ഈ മൂന്നാമത്തെ കാർഡിൻ്റെ പിന്നിൽ മനോഹരമായ മറ്റൊരു കഥയുള്ളത് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞില്ലേ. അത് മറ്റൊന്നുമല്ല, മറ്റു രണ്ട് കുട്ടികൾക്ക് ഞാൻ മദേഴ്സ് ഡേക്ക് കാർഡ് ഉണ്ടാക്കി കൊണ്ടുകൊടുത്തപ്പോൾ എൻ്റെ കുട്ടിക്കും ഒരേ നിർബന്ധം, അമ്മ അവർക്കും ഒരു സർപ്രൈസ് കാർഡ് ഉണ്ടാക്കി കൊടുക്കണമെന്ന്. എനിക്കുള്ള കാർഡ് ഞാൻ തന്നെ ഉണ്ടാക്കണോ, നീ ഉണ്ടാക്കിയാൽ പോരെന്ന് കേട്ടപ്പോൾ അമ്മയ്ക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് അവൾ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഒരു ലാവൻഡർ കളർ പേപ്പർ എടുത്ത് അതിലൊരു ടെഡി ബിയറിനെ വരയ്ക്കാൻ നോക്കി. ടെഡി ബിയർ ആണെങ്കിലോ എനിക്ക് ഡയറ്റിൻ്റെ പണി തന്നെ, എത്ര അങ്ങോട്ട് വരച്ചാലും ശരിയാവുന്നില്ല. ഫേസ് ശരിയാകുമ്പോൾ ഹാർട്ട് ശരിയാവില്ല, ഹാർട്ട് ശരിയാകുമ്പോൾ ഫേസ് ശരിയാവില്ല. അവളാണെങ്കിൽ വേറൊന്നും വരയ്ക്കാൻ സമ്മതിക്കുന്നുമില്ല. അങ്ങനെ ഒരുവിധം വരച്ച് സെറ്റാക്കി കുറച്ച് ഹാർട്ടൊക്കെ സൈഡിലിട്ട് കൊടുത്തപ്പോൾ അവൾ ഹാപ്പി. കരടിക്കുട്ടൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന ഹാർട്ട് വെട്ടിയിട്ട് അവിടെ വേറെ 2 കളർ പേപ്പർ വയ്ക്കുക എന്നുള്ളതാണ് അടുത്തത്. 2 കളർ കോമ്പിനേഷൻ ആയിക്കോട്ടെ എന്ന് ചേട്ടൻ്റെ സജഷനും. എന്നാൽ പിന്നെ അത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞ് കറക്റ്റ് സൈസിന് വെട്ടിയെടുത്ത പേപ്പറിനെ ഉള്ളിലാക്കി ഇങ്ങനെ വെക്കണോ ഇതങ്ങനെ വെക്കണോ എന്നുള്ള കൺഫ്യൂഷന് ശേഷം കറക്റ്റ് ഒരു പൊസിഷനും കണ്ടുപിടിച്ച് ഇനി അടുത്ത പണി ഇതിൻ്റെ മുകൾ ഭാഗവും സൈഡ് ഭാഗവും ഒന്ന് ഒട്ടിച്ചെടുക്കുക എന്നുള്ളത്. അങ്ങനെ പശ തേച്ചതിന് ശേഷം മുകൾ ഭാഗവും സൈഡ് ഭാഗവും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് ഈ കളർ പേപ്പർ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യണം. ഇത് ഇൻസേർട്ട് ചെയ്താൽ മാത്രം പോരാ, ഊരി വരെയും വേണം. ഒരു പേപ്പർ പീസ് എടുത്ത് പുള്ളെന്ന് എഴുതാന്ന് വെച്ചപ്പോൾ ചേട്ടൻ്റെ വീണ്ടും വേറൊരു ഐഡിയ ആയിട്ട് വന്നിരിക്കുന്നു. ഒരു കയറ് വെട്ടി അത് ഒട്ടിച്ചിട്ട് അതിൽ പുള്ളെന്ന് വെക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗിയെന്ന്. അപ്പോൾ അതും സെറ്റ്. ഇനി എന്താ, ഇത് വലിച്ചു നീക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും എഴുതിയത് കാണണം. അപ്പോൾ എഴുതാനുള്ള ഡയലോഗ് വേണ്ടേ? സോ വലിച്ചു നീക്കിയിട്ട് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഐ ലവ് യു സോ മച്ച് അമ്മ, ഹാപ്പി മദേഴ്സ് ഡേ എന്ന് എനിക്ക് തരാനുള്ളതിൽ ഞാൻ തന്നെ എഴുതി. കുറച്ചുകൂടെ കളർഫുള്ളാക്കാനായിട്ട് 5-6 ക്രയോൺസ് എടുത്ത് ഒരു മൾട്ടി കളർ എഫക്റ്റ് തന്നെ കൊടുത്തു. എന്നിട്ട് ആ വാലിൽ പുള്ളെന്ന് എഴുതി ഒട്ടിച്ച് വലിച്ചു നോക്കി. അപ്പോൾ സംഗതി സക്സസ്. ഇനി എന്താ, പുറമേ നോക്കുമ്പോൾ ഉള്ള കാർഡിൽ എന്തെങ്കിലും കാണണ്ടേ? സോ അതിൽ ജസ്റ്റ് ഫോർ യു അമ്മ, ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ എനിത്തിങ് ഇൻ ദ വേൾഡ് എന്ന് എഴുതി. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കുറച്ച് ഹാർട്ട് അവിടെ കൂടെയായിട്ട് വാരിയിട്ട് കൊടുത്തു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ചപ്പാണേ. ലാസ്റ്റായിട്ട് നമുക്ക് ആ കരടിക്കുട്ടനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. പെൻസിലിട്ട് വരച്ചതിൻ്റെ പുറത്തൂടെ നല്ല ബ്ലാക്ക് സ്കെച്ച് എടുത്ത് ആ ഔട്ട്ലൈനും അങ്ങ് ഇട്ട് കൊടുത്തു. കരടിക്കുട്ടനെ വരയ്ക്കാൻ ഇച്ചിരി കഷ്ടപ്പെട്ടെങ്കിൽ എന്താ, ലാസ്റ്റ് അവനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഉപരി എൻ്റെ കണ്ണകിയുടെ മുഖത്ത് വന്ന സന്തോഷം, അതാ എന്നെ കൂടുതൽ ഹാപ്പിയാക്കി. അവൾക്ക് വേണ്ടി ഞാൻ ഈ ചെയ്തതിൻ്റെയൊക്കെ 100% റിസൾട്ട് കിട്ടിയ എപ്പോഴാണെന്നല്ലേ, ഈ ഗിഫ്റ്റ് അവളെ കാണിച്ചപ്പോൾ അവളുടെ മുഖത്തുണ്ടായ ആ സന്തോഷം ഉണ്ടല്ലോ. താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ടുള്ള അവളുടെ ആ വാക്കും ഒരു കെട്ടിപ്പിടിച്ചുള്ളൊരു ഉമ്മ ഉണ്ടല്ലോ, അതായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. മോളെടുത്ത് ഞാൻ പറയുകയും ചെയ്തു, നീ എനിക്ക് വേറെ എന്ത് ഗിഫ്റ്റ് തന്നാലും ഇപ്പം നീ എനിക്ക് തന്നതാ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. നിൻ്റെ ഈ സ്നേഹം, ഈ കെട്ടിപ്പിടിച്ചുള്ളൊരുമ്മ, അതിനേക്കാളും വലുത് വേറൊന്നുമില്ലാന്ന്.